ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് സാമുദ്ദീൻ. എയിംസ് നാഗ്പൂരിലെ ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ 2020 വഴിയാണ് ഇവിടെ കയറിയത്. അന്ന് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. നമ്മൾ ഇക്വിലിബ്രിയം ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അയോണിക് ഇക്വിലിബ്രിയം കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പി എച്ച് സ്കെയിൽ പറഞ്ഞു, വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെ അയനൈസേഷൻ ഒക്കെ പറഞ്ഞിരുന്നു. അടുത്ത നമുക്ക് ഇനി പറയാനുള്ളത് ഡൈ ആൻഡ് പോളി ബേസിക് ആസിഡ്സ് ആൻഡ് ഡൈ ആൻഡ് പോളി acidic bases. ഇതിനെ കുറിച്ചാണ്. സം ഓഫ് ദി ആസിഡ്സ് ലൈക്ക് oxalic acid, sulfuric acid and phosphoric acid have more than one ionizable proton per molecule. ചില ആസിഡ്സിന് എന്താണ് ഒന്നിൽ കൂടുതൽ പ്രോട്ടോൺസിന് ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള ആസിഡ്സിനാണ് നമ്മൾ പോളി ബേസിക് അല്ലെങ്കിൽ പോളിപ്രോട്ടിക് ആസിഡ്സ് നമ്മൾ വിളിക്കുന്നത്. The ionization reaction for example of a dibasic acid H2X ഇപ്പൊ എന്താണ് ഒരു ഡൈബേസിക് ആസിഡിന്റെ എന്താണ് അയനൈസേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം H2X നിന്ന് ഒരു പ്രോട്ടോൺ പോയി H പ്ലസും HX മൈനസും ആയി. പിന്നെ HX നിന്ന് വീണ്ടും ഒരു പ്രോട്ടോൺ പോകുന്നു, H പ്ലസും X2 മൈനസും ആവുന്നു. അപ്പൊ ഫസ്റ്റ് അയനൈസേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ എഴുതുക? പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് ഫോർമുല നമുക്ക് ഇങ്ങനെയാണ് വരിക. സെക്കൻഡ് അയനൈസേഷന്റെ ഫോർമുല നമുക്ക് പ്രൊഡക്റ്റ് ബൈ റിയാക്ടന്റ് ഇങ്ങനെ വരും. അപ്പം ഇവിടുത്തെ Ka1 ഉം Ka2 എന്താണ് അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അയനൈസേഷൻ കോൺസ്റ്റന്റ്സ് എന്ന് വിളിക്കുന്നത്. സിമിലർലി ഫോർ ട്രൈബേസിക് ആസിഡ്സ് എന്താണ് ട്രൈബേസിക് ആസിഡ് എന്ന് വെച്ചാൽ മൂന്ന് എന്താണ് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ കഴിവുള്ള ആസിഡ്, അതാണ് ട്രൈബേസിക് ആസിഡ്. അതിന്റെ എക്സാമ്പിൾ ആണ് H3PO4. അതിനെന്താണ് മൂന്ന് അയനൈസേഷൻ കോൺസ്റ്റന്റ് കാണും. ഓരോന്നിന്റെ അയനൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ. ഇതാണ് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് പ്രോഗ്രസീവ് ആയിട്ട് ഓരോ പ്രോട്ടോൺ പോകുമ്പോൾ പിന്നെയുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ വളരെ ചെറുതാണ് കേട്ടോ. ആദ്യം ഓക്സാലിക് ആസിഡ് എന്താണ് 10⁻² റേഞ്ചിലാണ്, പിന്നെ 10⁻5 ആയി, 10⁻4 ആയിരുന്നത് 12 ആയി, 2 ആയിരുന്നു 8 ആയി. അപ്പം അവിടെ പറയുന്നത് ഇറ്റ് ക്യാൻ ബി സീൻ ദാറ്റ് ഹയർ ഓർഡർ അയനൈസേഷൻ കോൺസ്റ്റന്റ്സ് ആർ സ്മോളർ ദാൻ ദി ലോവർ ഓർഡർ അയനൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് പോളിപ്രോട്ടിക് ആസിഡ്. ഇപ്പൊ എന്താണ് ഹയർ ഓർഡർ അയനൈസേഷൻ വെച്ചാൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഫോർത്ത് അങ്ങനെ പോകുന്നത്. അതിന് മുമ്പ് എന്താണ് പിന്നീട് വരുന്ന ഓർഡർ, അതാണ് ഹയർ ഓർഡർ അയനൈസേഷൻ കോൺസ്റ്റന്റ്. അതെന്താണ് ആദ്യം വരുന്ന അതിന് മുമ്പ് വരുന്ന അയനൈസേഷൻ കോൺസ്റ്റന്റിനേക്കാളും വളരെ ചെറിയ വാല്യൂസ് ആണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണ്? നമ്മൾ ആദ്യം പ്രോട്ടോൺ റിമൂവ് ചെയ്യുന്നത് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ്, ന്യൂട്രൽ മോളിക്യൂളിൽ നിന്നാണ്. പക്ഷെ ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രോട്ടോൺ റിമൂവ് ചെയ്യാൻ നോക്കുന്നത് എന്താണ് ഒരു നെഗറ്റീവ് അയോണിൽ നിന്നാണ് അത് റിമൂവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്താണ് അത് റിമൂവ് ചെയ്യാൻ പാട് വരുന്നത്. അയനൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ വളരെ ചെറുതാവുന്നു. അപ്പൊ അയനൈസേഷൻ കോൺസ്റ്റന്റ് വാല്യൂ ചെറുതാണെന്ന് വെച്ചാൽ എന്താണ് അയനൈസേഷൻ നടക്കുന്ന അത്രയും ചെറുതാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ റീസൺ പറയുന്നത് എന്താണ്? ദ റീസൺ ഫോർ ദിസ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടോൺ ഫ്രം എ നെഗറ്റീവ് അയോൺ ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ദിസ് ക്യാൻ ബി സീൻ ഇൻ ദ കേസ് ഓഫ് റിമൂവിംഗ് എ പ്രോട്ടോൺ ഫ്രം ദി അൺചാർജ്ഡ് H2CO3. അപ്പൊ എന്താണ് H2CO3 ന്ന് നമ്മൾ ഒരു പ്രോട്ടോൺ പോയി കഴിഞ്ഞാൽ എന്താണ് HCO3 മൈനസാണ് ഉണ്ടാവുക. അപ്പൊ HCO3 മൈനസ് നിന്ന് വീണ്ടും ഒരു പ്രോട്ടോൺ കളയുക H2CO3 കളയുന്നതിനേക്കാൾ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതേപോലെ വേറെ എക്സാമ്പിൾ ആണ് HPO4 മൈനസ് H2PO4. ഓക്കെ, H2PO4 മൈനസ് H3PO4 നിന്ന് ഒരു പ്രോട്ടോൺ പോകുമ്പോൾ H2PO4 മൈനസ് ആവും, H2PO4 മൈനസ് നിന്ന് ഒരു പ്രോട്ടോൺ കൂടെ പോകുമ്പോൾ HPO4 മൈനസ് ആവും. ഓക്കെ, പോളിപ്രോട്ടിക് ആസിഡ് സൊല്യൂഷൻസ് കണ്ടെയ്ൻ എ മിക്സ്ചർ ഓഫ് ആസിഡ്സ് ലൈക്ക്. ഇപ്പൊ എന്താണ് പോളിപ്രോട്ടിക് ആസിഡ്സിൽ എന്താണ് ഒരുപാട് സാധനങ്ങളുടെ ഒരു മിക്സ്ചർ ആണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു പ്രോട്ടോൺ പോയത്, രണ്ട് പ്രോട്ടോൺ പോയത്, പിന്നെ പ്രോട്ടോൺ പോവാത്തത് എല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് അവിടെ കിട്ടുന്നത് പോളിപ്രോട്ടിക് ആസിഡ് സൊല്യൂഷൻസ്. എന്താണ് H2A, HA മൈനസ് A2 മൈനസ്. ഓക്കെ, H2A being a strong acid, the primary reaction was a dissociation of H2A. അപ്പൊ എന്താണ് H2A സ്ട്രോങ് ആസിഡ് കൊണ്ട് പ്രൈമറി ഡിസോസിയേഷൻ ഏതായിരിക്കും? ഫസ്റ്റ് അയനൈസേഷൻ ആയിരിക്കും ഇവിടുത്തെ പ്രൈമറി ഡിസോസിയേഷൻ പറയുന്നത്. അടുത്ത ഒരു ആസിഡിന്റെ സ്ട്രെങ്തിനെ അഫക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതാണ് ഫാക്ടേഴ്സ് അഫക്ടിങ് ആസിഡ് സ്ട്രെങ്ത്. Having discussed quantitatively the strengths of acids and bases, we come to a stage where we can calculate the pH of a given acid solution. But the curiosity arises, why should some acids be stronger than this? ഇപ്പൊ എന്താണ് ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് മറ്റൊന്നിനേക്കാളും കൂടി എന്ന് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? The answer lies in its being a complex phenomenon. But broadly speaking, we can say the extent of dissociation of acid depends on the strength and polarity of HA bond. അപ്പൊ എന്താണ് ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്താണ് HA ബോണ്ട് അല്ലെങ്കിൽ ഹൈഡ്രജനും അല്ലാത്ത ആറ്റവും തമ്മിലുള്ള ബോണ്ട് സ്ട്രെങ്തും
പിന്നെ ആ ബോണ്ടിന്റെ പൊളാരിറ്റി ആണ് ഒരു ആസിഡിന്റെ സ്ട്രെങ്തിനെ തീരുമാനിക്കുന്നത്. അപ്പൊ എങ്ങനെയാ നമുക്ക് നോക്കാം. ഇൻ ജനറൽ വെൻ സ്ട്രെങ്ത് ഓഫ് HA ബോണ്ട് ഡിക്രീസ് എന്ന് വെച്ചാൽ ഹൈഡ്രജനും ബാക്കിയുള്ള ആറ്റത്തിന്റെയും ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ എന്താണ് ആ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജിയുടെ വാല്യൂ കുറയും. അപ്പൊ എന്താണ് പെട്ടെന്ന് പ്രോട്ടോണെ കൊടുക്കാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ. ഓൾസോ വെൻ ദി HA ബോണ്ട് ബിക്കംസ് മോർ പോളർ എന്ന് വെച്ചാൽ HA ബോണ്ട് കൂടുതൽ പോളർ എന്ന് വെച്ചാൽ എന്താണ് എ എന്ന് പറയുന്ന ആറ്റം എച്ചിനേക്കാൾ ഒരുപാട് ഇലക്ട്രോ നെഗറ്റീവ് ആയാൽ എന്താണ് അതും ആസിഡിന്റെ സ്ട്രെങ്തിന് കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. But it should be noted that while comparing elements in the same group of the periodic table, ഒരേ ഗ്രൂപ്പിലുള്ള ആറ്റംസ് ആണ് ഈ എ എങ്കിൽ ഇപ്പൊ ആസിഡിറ്റി എങ്ങനെയാണ് അതിന്റെ ആസിഡ് സ്ട്രെങ്ത്തിന്റെ ഓർഡർ എങ്ങനെയാണ് വരിക? As the size of the A increases down the group, HA bond strength decreases and so the acid. ഇപ്പം ഡൗൺ ദ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിലുള്ള എലിമെന്റ്സിന്റെ ആസിഡ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഡൗൺ ദ ഗ്രൂപ്പ് എന്താണ് ആ ഹൈഡ്രജനായിട്ടുള്ള ബോണ്ട് സ്ട്രെങ്ത് കുറയും. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് ആസിഡ് സ്ട്രെങ്ത് കൂടും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ തന്നിരിക്കുന്നത് HF, HCl, HBr, HF. ആ ഗ്രൂപ്പ് എന്താണ് 17 ഗ്രൂപ്പിൽ താഴോട്ട് വരുന്നതോറും അവരുടെ ആസിഡ്സിന്റെ സ്ട്രെങ്ത് കൂടി വരികയാണ്. അതേപോലെ തന്നെ 16 ഗ്രൂപ്പിൽ H2S എന്ന് പറയുന്നത് H2നേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ്. നമ്മൾ ഗ്രൂപ്പിലുള്ള ട്രെൻഡ് പറഞ്ഞു. പക്ഷെ പീരിയഡുള്ള ട്രെൻഡ് എങ്ങനെയായിരിക്കും? വാട്ട് വെൻ വി ഡിസ്കസ് എലമെന്റ് ദി സെയിം റോ ഓഫ് ദി പീരിയഡ് ടേബിൾ HA ബോണ്ട് പൊളാരിറ്റി ബിക്കംസ് ഡിസൈഡിംഗ് ഫാക്ടർ. അവിടെ എന്താണ് അവിടെ ബോണ്ട് സ്ട്രെങ്ത് അല്ല ഡിസൈഡിംഗ് ഫാക്ടർ ആയിട്ട് വരിക, അവിടെ ബോണ്ട് പൊളാരിറ്റിയാണ് വരിക. ഇപ്പൊ നമുക്കറിയാം സാധാരണ പീരിയഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരികയാണ്. അപ്പം റൈറ്റിലോട്ട് പോകുന്നവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂ കൂടി വരും. അപ്പൊ ചാർജ് സെപ്പറേഷൻ കൂടും. ചാർജ് സെപ്പറേഷൻ കൂടിയാൽ ബോണ്ട് ഈസിലി ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പം റൈറ്റിലോട്ട് വരുന്നതോറും ആസിഡ് സ്ട്രെങ്ത് കൂടും. അതാണ് ഇവിടെ തന്നേക്കുന്നത്. CH4, NH3, H2, HF ഇതെല്ലാം പീരിയഡുള്ള ആറ്റം എന്താണ് എലിമെന്റ്സിന്റെ ആസിഡുകളാണ്. ആസിഡിക് സ്ട്രെങ്ത് ആണ് പറയുന്നത്. ഇപ്പൊ റൈറ്റിലോട്ട് വരുന്നതോറും ഫ്ലൂറിന്റെ ആസിഡാണ് ഏറ്റവും ആസിഡിക് സ്ട്രെങ്ത് കാണിക്കുന്നത്. ഓക്കെ. അടുത്തൊക്കെ പറയാനുള്ളത് കോമൺ അയോൺ എഫക്ട് ഇൻ ദി അയണൈസേഷൻ ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ആസിഡ്സിന്റെയും ബേസിന്റെ അയണൈസേഷന്റെ കേസിൽ കോമൺ അയോൺ എഫക്ട് എങ്ങനെയാണ് വരുന്നത് നോക്കാം. കൺസിഡർ ആൻ എക്സാമ്പിൾ ഓഫ് അസിഡിക് ആസിഡ് ഡിസോസിയേഷൻ. അസിഡിക് ആസിഡ് ഡിസോസിയേഷന്റെ ഒരു ഫോർമുല തന്നിട്ടുണ്ട്. CH3COH എന്തായി അയണൈസ് ചെയ്ത് H+ഉം CH3 അസറ്റേറ്റ് അയോണും ആയി. അവരുടെ K വാല്യൂ ഇങ്ങനെ വരിക. അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺസ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ വീണ്ടും അസറ്റേറ്റ് അയോൺസ് ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇതായിരുന്നു ഇക്വിലിബ്രിയം. ഇതിലേക്ക് നമ്മൾ വീണ്ടും എന്താണ് കുറച്ച് അസറ്റേറ്റ് അയോൺസ് ഇടുകയാണ്. അസറ്റേറ്റ് അയോൺസ് കൂടുമ്പോൾ എന്താ ഇവിടുത്തെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയി. ഇപ്പൊ എന്താ അസറ്റേറ്റ് അയോൺസിന്റെ എന്താണ് കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും തിരിച്ച് ഇക്വിലിബ്രിയം കിട്ടാൻ വേണ്ടി. ഓക്കെ, അതാണ് ഇവിടെ കാണിച്ചത്. അഡീഷൻ ഓഫ് അസറ്റേറ്റ് അയോൺസ് ഇൻടു അസിഡിക് ആസിഡ് സൊല്യൂഷൻ റിസൾട്ട്സ് ഇൻ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ്. അല്ലേ? അപ്പൊ ഈ എക്സസ് വന്ന അസിഡിക് ആസിഡ് എന്തായി ഹൈഡ്രജൻ അയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് ഈ എക്സസ് വന്ന അസറ്റേറ്റ് അയോൺ അവിടെയുള്ള ഹൈഡ്രജൻ അയോണോട് കമ്പൈൻ ചെയ്ത് തിരിച്ച് എന്തായി CH3CO മൈനസ് CH3COH ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കുറയും. ഓൾസോ ഇഫ് H+ അയോൺസ് ആർ ആഡഡ് ഫ്രം ആൻ എക്സ്റ്റൻഷൻ. ഇനി അതല്ല അസറ്റേറ്റ് അയോണിന് പകരം നമ്മൾ H+ അയോൺസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിലും എന്തായി അവിടെയും എന്താണ് ഇതേ കാര്യം തന്നെ നടക്കുക. എക്സസ് വന്ന H+ അയോൺസ് അസറ്റേറ്റ് അയോണായിട്ട് റിയാക്ട് ചെയ്ത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും കൂടുതൽ. ഓക്കെ, ദിസ് ഫിനോമിന ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമൺ അയോൺ എഫക്ട്. ഇവിടെ എന്താണ് കോമൺ അയോൺ എഫക്ട് നമുക്ക് കാണാൻ പറ്റി. It can be defined as a shift in equilibrium and adding a substance that provides more of an ionic species already present in the dissociation. അപ്പൊ എന്താണ് ഓൾറെഡി നമുക്കൊരു ഡിസോസിയേഷൻ ഇക്വിലിബ്രിയത്തിൽ ഒരു അയോൺസ് കുറയുണ്ട്. അതിലേക്ക് നമ്മൾ വീണ്ടും അയോൺസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആ അയോണിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ബാക്ക്വേർഡ് റിയാക്ഷൻ കൂടുതൽ നടക്കും. ഓക്കെ, അത് ലേഷാർഡ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അറിയാവുന്നതാണ് ഓൾറെഡി. ഓക്കെ, in order to evaluate the pH of the solution resulting on addition of a 0.05 molar acetate ion to 0.05 molar acetic acid solution, we shall consider the acetic acid dissociation. ഇപ്പൊ എന്താണ് നമ്മൾ ഓൾറെഡി ഒരു അസിറ്റിക് ആസിഡ് സൊല്യൂഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ 0.05 മോളാർ അസറ്റേറ്റ് ഇടുകയാണ്. അപ്പൊ ആദ്യം ഇക്വിലിബ്രിയത്തിലായാലും നമ്മൾ 0.05 മോളാർ അസിറ്റിക് ആസിഡ് സൊല്യൂഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് കൂടെ നമ്മൾ 0.05 മോളാർ അസറ്റേറ്റ് അയോണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇക്വിലിബ്രിയം വരുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ എന്താ? അസിറ്റിക് ആസിഡിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.05 മോളർ ആണ്. അസറ്റേറ്റ് അയോണിന്റെ ഇനിഷ്യൽ കോൺസെൻട്രേഷൻ 0.05 മോളർ ആണ്. കാരണം ഇത് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത അസറ്റേറ്റ് അയോൺ ആണ്. ഓക്കെ, H+ ഇതുവരെ ഉണ്ടായി തുടങ്ങിയിട്ടില്ല, കാരണം റിയാക്ഷൻ ജസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ അസിറ്റിക് ആസിഡിൽ എന്താണ്? അസിറ്റിക് ആസിഡിൽ ഒരു എക്സ് എമൗണ്ട് റിയാക്ട് ചെയ്ത് എന്താവുന്നു? H+ഉം അസറ്റേറ്റ് അയോണും ആവുന്നു. അപ്പം ആ 0.05 മൈനസ് ചെയ്യുന്ന എക്സ് റിയാക്ട് ചെയ്യുന്നു,
എക്സ് ഓഫ് എക്സ് പ്ലസ് ഉണ്ടാവുന്നു, 0.05 പ്ലസ് എക്സ് എന്താണ് അസിറ്റിക് അയോൺ ഉണ്ടാവുന്നു. അപ്പൊ അവിടുത്തെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്ത് വരിക? കെ ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റേറ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് അസിറ്റിക് ആസിഡ്. അത് ഇങ്ങനെ വരിക. ഒരു വീക്ക് ആസിഡ് ആണ് അസിറ്റിക് ആസിഡ് അല്ലേ? അപ്പം കെയുടെ വാല്യൂ വളരെ ചെറുതാണ്. എന്ന് വെച്ചാൽ ഇവിടെ റിയാക്ട് ചെയ്യുന്ന എക്സിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. അതുകൊണ്ട് എന്താ നമുക്ക് 0.05 പ്ലസ് എക്സും 0.05 മൈനസ് എക്സും എന്താ നെഗ്ലിജിബിൾ ആക്കി എന്താണ് ഈ പ്ലസ് എക്സ് മൈനസ് നെഗ്ലിജിബിൾ ആയിട്ട് എടുത്ത് 0.05 പ്ലസും 0.05 മൈനസ് എക്സും 0.05 ആയിട്ട് എടുക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാ മാറുക? 0.05 ഇൻറ്റു എക്സ് ബൈ 0.05 എന്ന് വരും. അപ്പൊ അതിനകത്ത് നമുക്ക് എന്താണ് എക്സ് പ്ലസ് കോൺസെൻട്രേഷൻ 1.8 ഇൻറ്റു 10⁻⁻5 വരും. പി എച്ചിന്റെ വാല്യൂ 4.74 വന്നു. ഓക്കെ, ഇനി അടുത്ത പറയാനുള്ളത് ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ട് ആൻഡ് പി എച്ച് ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ സോൾട്ടിന്റെ ഹൈഡ്രോളിസിസ് ഇറക്കുമ്പോഴും എന്താണ് സൊല്യൂഷന്റെ പി എച്ച് എന്താണെന്നാണ് പറയുന്നത്. സോൾട്ട് ഫോംഡ് റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അണ്ടർഗോ അയനൈസേഷൻ ഇൻ വാട്ടർ. അപ്പൊ എന്താണ് ആസിഡും ബേസും റിയാക്ട് ചെയ്തുണ്ടാകുന്ന സോൾട്ടിന് എന്താണ് സൊല്യൂഷനിൽ അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിന് അയനൈസേഷൻ സംഭവിക്കും. The cations or anions formed on ionization of water salts either exist as hydrated ions in aqueous solution or interact with water to reform corresponding SP. ഈ സോൾട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അയോൺസിന് എന്താണ് രണ്ട് കാര്യങ്ങൾ നടക്കാം. ഒന്നുകിൽ അവർക്ക് ഒന്നുകിൽ അവർ വാട്ടർ മോളിക്യൂൾസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് എന്താണ് ഇന്ററാക്ട് ചെയ്ത് ഹൈഡ്രേഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ എന്ത് പറ്റും? ആ അയോൺസിന് ഹൈഡ്രോളിസിസ് നടന്ന് തിരിച്ചതുണ്ടായ ആസിഡോ ബേസോ എന്തിൽ നിന്നാണ് ഉണ്ടായത് അത് തിരിച്ച് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, the later process of interaction between water and cations or both of salts is called hydrolysis. The pH of the solution gets affected by this interaction. ഇപ്പൊ എന്താണ് ഈ തിരിച്ച് ഹൈഡ്രോളിസിസ് നടന്ന് ആസിഡോ ബേസോ ഉണ്ടാകുമ്പോൾ പറ്റും ആ സൊല്യൂഷന്റെ പി എച്ചിന് വ്യത്യാസം ഉണ്ടാവും. ആസിഡ് ആണെങ്കിൽ പി എച്ച് കുറയും, ബേസ് ആണ് ഉണ്ടാകുന്നെങ്കിൽ പി എച്ച് കൂടും അല്ലേ? The cations Na plus K plus Ca2 plus Ba2 plus of strong bases and anions of strong acid simply get hydrated. ഇപ്പം സ്ട്രോങ് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും അയോൺസ് ആണെങ്കിൽ എന്താണ് അവർക്ക് ഹൈഡ്രോളിസിസ് അല്ല സംഭവിക്കും, അവർ ജസ്റ്റ് ഹൈഡ്രേറ്റഡ് ആവത്തേ ഉള്ളൂ. ഓക്കെ, പക്ഷെ വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും അയോൺസ് ആണെങ്കിൽ എന്താണ് അവർക്ക് ഹൈഡ്രോളിസിസ് സംഭവിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസിന്റെയും ഇല്ലേ നമ്മൾ പഠിച്ചപ്പം സ്ട്രോങ് ആസിഡിന്റെയും സ്ട്രോങ് ബേസ് വഴി ഉണ്ടാകുന്ന സോൾട്ടിന്റെ അയോൺസ് അവർക്ക് എന്താണ് ഹൈഡ്രോളിസിസ് നടക്കത്തില്ല, ഹൈഡ്രേഷനേ നടക്കത്തുള്ളൂ. അപ്പം ഒരു സോൾട്ട് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും വഴിയാണ് എന്താണ് റിയാക്ട് ചെയ്ത് വഴിയാണ് സോൾട്ട് ഉണ്ടായതെങ്കിൽ അവരുടെ എന്താണ് നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്താൽ അത് ന്യൂട്രൽ ആയിരിക്കും. കാരണം അവിടെ ഹൈഡ്രോളിസിസ് നടക്കുന്നില്ല, ഹൈഡ്രേഷൻ നടക്കും. പക്ഷെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് വീക്ക് ആസിഡിന്റെ അല്ലെങ്കിൽ വീക്ക് ബേസിന്റെ കമ്പോണന്റ് ആണെങ്കിൽ എന്താണ് നടക്കുന്നത് നോക്കാം. അപ്പൊ നമുക്കിവിടെ 3 സിനാരിയോ ഇമാജിൻ ചെയ്യാം. ഒന്ന് പറയുന്നത് വീക്ക് ആസിഡും സ്ട്രോങ് ബേസും വഴി ഉണ്ടായിരിക്കുന്ന സോൾട്ട്, രണ്ടാമത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും വഴി, മൂന്നാമത് വീക്ക് ആസിഡും വീക്ക് ബേസും വഴി ഉണ്ടായിരിക്കുന്ന സോൾട്ട്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് എന്താണ് വീക്ക് ആസിഡും സ്ട്രോങ് ബേസ് എന്താണ് ഇവിടുത്തെ വീക്ക് ആസിഡ് എന്താണ് എക്സാമ്പിൾ ആയിട്ട് CH3CO തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ CH3COH അസിറ്റിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടി റിയാക്ട് ചെയ്തുണ്ടായ സോൾട്ട്. അപ്പൊ എന്താണ് CH3CO നമ്മൾ വെള്ളത്തിൽ കലക്കാണ്. CH3CO being a salt of weak acid and a strong base gets completely ionized in aqueous solution. ഇപ്പൊ എന്താണ് സ്ട്രോങ് ബേസ് ഉള്ളതുകൊണ്ട് എന്താവും അത് കംപ്ലീറ്റ്ലി അയനൈസ് ചെയ്യും. Acetic ion thus formed undergoes hydrolysis in water to give acetic acid and OH minus. ഇവിടെ ഉണ്ടായ അസിറ്റേറ്റ് അയോൺ എന്താണ് അതിന് ഹൈഡ്രോളിസിസ് നടക്കും. ഹൈഡ്രോളിസിസ് നടന്ന് എന്ത് പറ്റും? അത് വാട്ടറിൽ നിന്ന് H+ വാങ്ങി എന്താ OH മൈനസ് ഫോം ചെയ്യും. ഇപ്പൊ OH മൈനസ് ഫോം ചെയ്യുന്നുണ്ടായി ഇവിടെ സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക്. ഓക്കെ, അസിറ്റിക് ആസിഡ് ബീങ് എ വീക്ക് ആസിഡ് റിമെയിൻസ് മെയിൻലി അൺഅയനൈസ്ഡ് ഇൻ ദി സൊല്യൂഷൻ. പക്ഷെ ഇവിടെ എണ്ണയ്ക്ക് ഹൈഡ്രോളിസിസ് നടക്കുമോ? ഇല്ല, കാരണം എണ്ണ എന്ന് പറയുന്നത് സ്ട്രോങ്ങും ബേസിന്റെ കമ്പോണന്റ് ആണ്, അതുകൊണ്ട് ഹൈഡ്രോളിസിസ് നടക്കത്തില്ല. ഇപ്പം ഇവിടെ വീക്ക് ആസിഡ് ആയിട്ടുള്ള CH3CO മൈനസിനകത്ത് ഹൈഡ്രോളിസിസ് നടക്കും, അത് H2 H+ നടക്കും, വാങ്ങിക്കും, എന്നിട്ട് ആ OH മൈനസ് സൊല്യൂഷനിൽ റിമെയിൻ ചെയ്യും. അപ്പൊ ആ OH മൈനസ് സൊല്യൂഷൻ റിമെയിൻ ചെയ്യുന്ന കൊണ്ട് ഒരു വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും സോൾട്ട് നമ്മൾ സൊല്യൂഷൻ എന്താണ് വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. pH എന്ന് പറയുന്നത് >7 ആയിരിക്കും. അതേപോലെ തന്നെ NH4Cl എങ്ങനെ ഉണ്ടാവുക? NH4Cl എന്ന് പറയുന്നത് NH4OH ഒരു വീക്ക് ബേസും HCl എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആസിഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന സോൾട്ട് ആണ്. അപ്പൊ അവര് NH4Cl ഫുള്ളി അയനൈസ് ചെയ്താൽ എന്ത് പറ്റും? NH4+ Cl- ആവും. Cl- ന് ഹൈഡ്രോളിസിസ് നടക്കത്തില്ല, കാരണം അത് സ്ട്രോങ് ആസിഡിന്റെ കമ്പോണന്റ് ആണ്. NH4+ ന്
ഹൈഡ്രോളിസിസ് നടക്കും. ഹൈഡ്രോളിസിസ് നടക്കുന്ന എന്താ പറ്റുക? അത് H2 നിന്ന് OH മൈനസിലേക്ക് എടുക്കും. സൊല്യൂഷനിൽ H+ കൂടും. സൊല്യൂഷനിൽ H+ കൂടുമ്പോൾ ഒരു വീക്ക് ബേസും സ്ട്രോങ് ആസിഡിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും വരിക. കാരണം H+ ഇവിടെ വരുന്നത്. അപ്പം ആ സൊല്യൂഷന്റെ pH <7 ആയിരിക്കും. ഇനി അതല്ല, CH3CONH4OH എന്താണ്? ഒരു വീക്ക് ആസിഡിന്റെയും വീക്ക് ബേസിന്റെയും സോൾട്ട് ആണ്. എന്താണ് വീക്ക് ആസിഡ് എന്ന് പറയുന്നത്? അസിറ്റിക് ആസിഡ് CH3COH, വീക്ക് ബേസ് എന്ന് പറയുന്നത് NH4OH. ഇവിടെ എന്താണ്? ഇവർ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ രണ്ടും വീക്ക് ആണ്. എന്താണ്? അപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഹൈഡ്രോളിസിസ് നടക്കും. ഇവിടെ രണ്ട് പാർട്സിനും ഹൈഡ്രോളിസിസ് നടക്കും. പക്ഷേ CH3CO- ഹൈഡ്രോളിസിസ് നടക്കും, NH4+ ഹൈഡ്രോളിസിസ് നടക്കും. എന്താ അവർക്ക്? CH3COH ആയി, NH4OH ആയി. ഈ CH3COH NH4OH എന്താ? അവർ സൊല്യൂഷനിൽ പാർലി എന്താണ്? അവർ വേറെ വേറെ ഇക്വിലിബ്രിയം ഉണ്ടാക്കും. എന്താണ്? CH3CO- H+ ആക്കും, NH4+ OH- ആക്കും, H+ OH-. അപ്പം ഈ ഇങ്ങനെ ഉണ്ടായ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ നമ്മൾ എങ്ങനെയാണ് പറയാം? അപ്പൊ അവരുടെ pH കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇത്. എന്താണ്? pH = 7 + ½ × pKa - pKb എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ pKa - pKb ആണ് എന്താണ് തീരുമാനിക്കുന്നത്? സൊല്യൂഷൻ അസിഡിക് ആയിരിക്കോ ബേസിക് ആയിരിക്കോ എന്ന് പറയുന്നത്. ഡിഫറൻസ് പോസിറ്റീവ് ആയാൽ ബേസിക് ആവും, ഡിഫറൻസ് നെഗറ്റീവ് ആയാൽ അസിഡിക് ആവും. ഓക്കെ, ഇനി അടുത്ത് പറയാനുള്ളത് ബഫർ സൊല്യൂഷൻസിനെ പറ്റിയാണ്. എന്താണ് ബഫർ സൊല്യൂഷൻസ്? Many body fluids, example blood or urine, have definite pH, and any deviation in their pH indicates malfunctioning of the body. The control of pH is also very important in many chemical and biochemical processes. Many medical and cosmetic problems require that. ഇപ്പൊ എന്താ നമ്മുടെ ബോഡിയിലും കുറെ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് നമുക്ക് പല റിയാക്ഷൻസ് നടക്കാൻ നമുക്കൊരു കോൺസ്റ്റന്റ് pH ആവശ്യമാണ്. The solutions which resist change in pH on dilution or with the addition of small amount of acid or alkali are called buffers. ഇപ്പൊ എന്താണ് ബഫർ സൊല്യൂഷൻ? ഡൈലൂഷൻ നടത്തിയാലും ചെറിയ തരത്തിൽ ചെറിയ എമൗണ്ടിൽ ആസിഡ് ആൽക്കലി ആഡ് ചെയ്താലും pH മാറാത്ത സൊല്യൂഷൻസിനെ അതിനെയാണ് നമ്മൾ ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ബഫർ സൊല്യൂഷൻസ് ഓഫ് നോൺ pH can be prepared from the knowledge of pK of the acid or pK. നമുക്ക് വേണ്ട pH ഉള്ള ബഫർ സൊല്യൂഷൻസ് നമുക്ക് ഒരു വേണ്ട എന്താണ് ആസിഡിന്റെ pK വാല്യൂ, pKb ബേസിന്റെ pKb വാല്യൂ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, മിക്സ്ചർ ഓഫ് അസിറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസിറ്റേറ്റ്. അസിറ്റിക് ആസിഡും സോഡിയം അസിറ്റേറ്റ് ഇതെന്താണ്? ഇതൊരു ബഫർ സൊല്യൂഷൻ ആക്കിയത്. അവരുടെ pH എന്താണ്? 4.75 ആണ്. ആൻഡ് മിക്സ്ചർ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആക്ട്സ് ആസ് എ ബഫർ അറൌണ്ട് pH. അപ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡിന്റെയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബേസിക് ബഫർ ആണ്. അവരുടെ pH 9.25 ആണ്. ഓക്കെ, എങ്ങനെയാണ് സത്യത്തിൽ ഇവർ ഈ pH ചേഞ്ച് റെസിസ്റ്റ് ചെയ്യുന്നത്? ഇതിലേക്ക് നമ്മളൊരു ആസിഡ് ആഡ് ചെയ്തായിരിക്കും. HA എന്ന് പറയുന്ന ഒരു ആസിഡ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ ഈ Hഉം ഈ സോൾട്ട് ഡിസോസ് ചെയ്യേണ്ടത് CH3CO- കൂടെ കമ്പൈൻ ചെയ്ത് ആ H+ അങ്ങ് റിമൂവ് ചെയ്യും. ഞാൻ അതെല്ലാം നമ്മളൊരു ബേസിനാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ബേസും Na+ കൂടെ ഈ സോൾട്ട് സെപ്പറേറ്റ് ചെയ്ത് ആ ഉണ്ടാകുന്ന എക്സ്ട്രാ എന്താണ് H+ അയോണിന്റെയോ OH- അയോണിന്റെയോ എന്താണ് അതിനെ എടുത്ത് കളയും. അപ്പൊ അങ്ങനെ ആ സൊല്യൂഷനിൽ H+ന്റെ OH- അവൈലബിലിറ്റി കളഞ്ഞുകൊണ്ട് എന്താണ് ആ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് ബഫർ സൊല്യൂഷൻസ് ചെയ്യുന്നത്. പിന്നെ ബഫർ സൊല്യൂഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യുന്ന നോക്കാം. Knowledge of pKa, pKb and equilibrium constant help us to prepare the buffer solution of non-pH. എങ്ങനെയാണ് അസിഡിക് ബഫർ ഉണ്ടാക്കുന്നത് നോക്കാം. To prepare a buffer of acidic pH, we use weak acid and its salt from with strong base. ഇപ്പോൾ അസിഡിക് ബഫർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഒരു വീക്ക് ആസിഡും ആ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോൾട്ട് നമ്മൾ എടുക്കും. അപ്പം അസിഡിക് ബഫർ ഉണ്ടാക്കാൻ നമുക്ക് വീക്ക് ആസിഡും സോൾട്ട് വിത്ത് സ്ട്രോങ് ബേസ് അതാണ് നമ്മൾ എടുക്കുന്നത്. We develop the equation relating to pH, the equilibrium constant K of weak acid and the rate of concentration of weak acid. നമുക്ക് ജനറൽ ഇക്വേഷൻ എന്താണ്? HA എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ്. അത് സൊല്യൂഷൻ അയനൈസ് ചെയ്യുന്ന എങ്ങനെയാണ്? വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് H3O+ A- ഉണ്ടാവും. അപ്പൊ കെയുടെ വാല്യൂ ഇങ്ങനെ വരും. അവിടെ നിങ്ങൾക്ക് H3O+ന്റെ വാല്യൂ എന്ത് വരും? K × HA- കോൺസെൻട്രേഷൻ ഓഫ് HA/A- എന്ന് വരും. ഈ ഇക്വേഷന്റെ നമ്മൾ ലോഗരിതം എടുക്കണം രണ്ട് സൈഡിലും. നെഗറ്റീവ് ലോഗ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? H3O+ എന്ന് പറയുന്നത് H+ ആണ്. അപ്പൊ നെഗറ്റീവ് ലോഗ് ഓഫ് H+ എന്ന് പറയുന്നത് pH, നെഗറ്റീവ് ലോഗ് ഓഫ് K എന്ന് പറയുന്നത് pK, ലോഗ് ഓഫ് A- HA+ എന്ന് വരും.
കാരണം എന്താ ഇവിടെ പ്ലസ് വന്നത് എങ്ങനെയുണ്ടാ, നമ്മള് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇന്റർചേഞ്ച് ചെയ്തപ്പോ മൈനസ് വെളിയിൽ വന്നു, അപ്പൊ അത് പ്ലസ് ആയി. ഓക്കെ, എ മൈനസ് എന്ന് പറയുന്നത് എന്താണ്? കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ ആണ്. കോൺജുഗേറ്റ് ബേസിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്ട്ലി പറയുന്നത് അത് സോൾട്ടിന്റെ കോൺസെൻട്രേഷൻ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരുന്നത് എന്താണ്? പി എച്ച് ഇസിക്കൽ ടു പി കെ എ പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ആസിഡ് എന്ന് വരും. ഈ ഫോർമുല നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഹെൻഡേഴ്സൺ ഹാസൽബാക്ക് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് നമ്മൾ കോൺസെൻട്രേഷൻ സോൾട്ട് എടുത്തതിന്റെ കാരണം എന്താണ്? കാരണം സോൾട്ട് സൊല്യൂഷൻ എന്താണ്? മൊത്തത്തിൽ ഡിസോസിയേറ്റ് ചെയ്യും. കാരണം വീക്ക് ബേസിന്റെയും വീക്ക് ആസിഡിന്റെയും സ്ട്രോങ് ബേസിന്റെയും കൂടെ സോൾട്ട് ആണ്. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് എന്ന് പറയുന്നത് തന്നെയായിരിക്കും കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് ആസിഡിന്റെ കോൺസെൻട്രേഷൻ. ഇൻ ദിസ് ഇക്വേഷൻ ഇഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് എ മൈനസ് ഇസ് ഈക്വൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് എച്ച്, എന്താണ് ഈ ഇക്വേഷനിൽ സോൾട്ടിന്റെയും ആസിഡിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആയാൽ എന്ത് പറ്റും? ലോഗ് 1/1 എന്താവും? ലോഗ് 0 ആയി പോകും. ലോഗ് 1/1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ പി എച്ച് ഇസ് ഈക്വൽ ടു പി കെ എ ആയി പോകും. നമുക്ക് ഈ ബഫർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നമുക്ക് സോൾട്ടിന്റെയും ആസിഡിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആക്കി എടുത്താൽ നമുക്ക് ആ വീക്ക് ആസിഡിന്റെ പി കെ വാല്യൂ തന്നെ എന്താണ്? ആ ബഫറിന്റെ പി എച്ച് ആക്കിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണ്ട പി എച്ച് ഉള്ള ബഫർ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ അടുത്ത ബഫർ കൺസിഡർ ചെയ്യാം. എന്താണ്? വീക്ക് ബേസും കോൺജുഗേറ്റ് ആസിഡും വെച്ച് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. എന്താണ്? വീക്ക് ബേസ് പ്ലസ് സോൾട്ട് വിത്ത് സ്ട്രോങ് ആസിഡ്. അവിടുത്തെ പി എച്ചിന് പകരം നമ്മൾ എന്തായിരിക്കും? അവിടെ പി ഒ എച്ച് ആയിരിക്കും. കോൺജുഗേറ്റ് ആസിഡ് ബൈ എന്താണ്? ബേസ് എന്ന് വരും. നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം. എന്താണ്? ഒരു വീക്ക് ബേസും AOH പ്ലസ് H3O പ്ലസ് AO മൈനസ് NH3 പ്ലസ് ഇതിന്റെ KB നമ്മൾ എടുത്ത് എന്ത് വരിക? കോൺസെൻട്രേഷൻ ഓഫ് NH4 പ്ലസ് into concentration of OH minus by concentration of -3 into H2. ഇങ്ങനെ വരിക. ഇവിടെ നമുക്ക് H2 എടുക്കേണ്ട ആവശ്യമില്ല, അത് പ്യൂർ ലിക്വിഡ് ആണ്. നമ്മൾ POH ഇപ്പുറത്ത് എന്താണ്? OH കോൺസെൻട്രേഷൻ ഓഫ് OH ഒരു സൈഡിൽ, ബാക്കിയെല്ലാം മറ്റേ സൈഡിൽ കൊണ്ടുവന്നാൽ നമുക്ക് KB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് നമ്മുടെ ബേസ് അല്ലേ? അതാണ് NH3 എന്ന് പറയുന്നത് ബേസ് ആണ്. NH4 പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ സോൾട്ട് ആണ്. ഇവിടെ POH എടുക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ലോഗ് രണ്ട് സൈഡിലും കൊടുത്താൽ നമുക്ക് ഇവിടെ POH ആവും, ഇവിടെ PKB ആവും, പ്ലസ് മൈനസ് ലോഗ്, ഇപ്പൊ മൈനസ് ലോഗ് ബേസ് ബൈ സോൾട്ട് എന്ന് വരും. അത് മൈനസ് മാറ്റാൻ വേണ്ടി നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്നു. പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ബേസ് എന്ന് വരും. ഇങ്ങനെയാണ് ഫോർമുല വരിക. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. pH ഓഫ് ദി ബഫർ സൊല്യൂഷൻ ക്യാൻ ബി കാൽക്കുലേറ്റ് ബൈ യൂസിംഗ് ദി ഇക്വേഷൻ. അപ്പൊ POH കിട്ടിയാൽ നമുക്ക് pH എന്താണ്? PH പ്ലസ് POH നമുക്ക് 14 എന്നുള്ള ഇക്വേഷൻ നമുക്ക് pH കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഒരു രണ്ട് കൺവേർഷൻസ് വരുത്താറുണ്ട്. നമുക്കറിയാം PH പ്ലസ് POH എന്ന് പറയുന്നത് എന്താണ്? 14 ആണ് നമുക്കറിയാം. അതേപോലെ തന്നെ PK പ്ലസ് PKB എന്ന് പറയുന്നത് നമുക്ക് 14 ആണെന്നറിയാം. ഇപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ POH-നെയും PKB-നെയും കൺവേർട്ട് എന്താണ്? മാറ്റുന്നു. എന്താണ്? POH-ന് പകരം നമ്മൾ ഈ 14 പകരം എന്താണ്? PKW ഇടാം. നമുക്ക് PKW POH എന്ന് പറയുന്നത് PKW മൈനസ് PH എന്ന് എഴുതാം. PKW ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ബേസ് എന്ന് വരും. PKW മൊത്തത്തിൽ നമ്മൾ മൈനസ് സെഷൻ ചെയ്യുന്നു. അപ്പൊ PH ഇസ് ഈക്വൽ ടു PKA മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ബൈ ബേസ് എന്ന് വരും.
ഇതാണ് വരുന്ന ഫൈനൽ ഫോർമുല എന്ന് പറയും. ഇവിടെ തന്നേക്കുന്ന ഫോർമുലയിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്, പ്ലസ് അല്ല ഇവിടെ മൈനസ് ആണ്. ഓക്കെ ഓക്കെ ഇവിടെ എന്താണ്, ഇവിടെ നമ്മളെ സോൾട്ടിന്റെയും എന്താണ് ബേസിന്റെയും കോൺസെൻട്രേഷൻ ഒരേപോലെ എടുത്താൽ പി കെയുടെ വാല്യൂ തന്നെ ആയിരിക്കും പി എച്ചിന് വരിക. ഓക്കെ their hygroscopic nature and even absorb water vapor from atmosphere and they are commonly termed insoluble. ഇപ്പൊ എന്താണ് നമുക്ക് എന്താണ് അയോണിക് സോൾട്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലത് വളരെ സോല്യൂബിൾ ആണ്, ചിലത് ഒട്ടും സോല്യൂബിൾ അല്ല. Solubility depends on number of factors important amongst which are lattice enthalpy and solvation enthalpy. ഒരു അയോണിക് എന്താണ് സോളിഡിന്റെ സോലിബിലിറ്റി എന്താണ് തീരുമാനിക്കുന്നത്? സോൾവേഷൻ എന്തൽപി എന്താണ് പറയുന്നത്? ലോ സോലിബിലിറ്റി ആണ് തരിക. അപ്പം ലോ ലാറ്റിസ് എന്താ വെച്ചാൽ ഒരു അയോണിക് സോളിഡ് ഡിസോൾവ് ആവണമെങ്കിൽ അതിന്റെ ലാറ്റിസ് എന്തൽപിനെ ആര് ഓവർകം ചെയ്യണം? സോൾവേഷൻ എന്തൽപി ഓവർകം ചെയ്താൽ മാത്രമേ എന്താണ് നമുക്ക് ഒരു അയോണിക് സോളിഡ് നമുക്ക് ഒരു സോൾവെന്റ് ഡിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ the amount of solvation enthalpy depends on the nature of the solvent. In case of a എന്താണ് ഒരു കോവാലന്റ് സോൾവെന്റിൽ കോവാലന്റ് സോൾവെന്റ് എന്തുകൊണ്ടാണ് അയോണിക് സോളിഡ്സിന് നല്ലപോലെ ഡിസോൾവ് ചെയ്യാത്ത? കാരണം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, അതുകൊണ്ടാണ് അയോണിക് സോളിഡ്സിന്റെ സോലിബിലിറ്റി അതിനകത്ത് കുറവ്. നമ്മൾ പറഞ്ഞു എന്താണ് ഒരു അയോൺ അല്ലെങ്കിൽ ഒരു അയോണിക് സോളിഡ് ഒരു സോൾവെന്റിൽ സോലിബിൾ ആണെങ്കിൽ അവരുടെ ലാറ്റിസ് എന്തൽപിനെ സോൾവേഷൻ എന്തൽപി ഓവർകം ചെയ്യണം നമ്മൾ പറഞ്ഞു. ഓക്കെ അപ്പൊ നമ്മൾ അവരുടെ ഒരു അയോണിക് സോളിഡ്സിന്റെ സോലിബിലിറ്റി നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് ഇങ്ങനെ മൂന്നായിട്ട്: സോലിബിൾ, സ്ലൈറ്റ്ലി സോലിബിൾ, സ്പെയറിംഗ്ലി സോലിബിൾ. സോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സോലിബിലിറ്റി ഗ്രേറ്റർ ദാൻ 0.1 മോളാർ ഉള്ളവരാണ് നമ്മൾ സോലിബിൾ സോൾഡ്. എന്താണ് 0.1ന്റെയും 0.01 മോളാർ മോളാറിന്റെ ഇടയിൽ വരുന്നതാണ് സ്ലൈറ്റ്ലി സോലിബിൾ. സ്പെയറിംഗ്ലി സോലിബിൾ എന്ന് വെച്ചാൽ 0.01 മോളാറിന്റെ താഴെ വരുന്നതാണ് നമ്മൾ സ്പെയറിംഗ്ലി സോലിബിൾ നമ്മൾ വിളിക്കുന്നത്. ഓക്കെ നമ്മൾ സ്പെയറിംഗ്ലി സോലിബിൾ അയോണിക് സോൾട്ടിന്റെ സോലിബിലിറ്റി നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? അവരുടെ ഇക്വിലിബ്രിയം നമ്മൾ പറയാൻ പോകുന്നത്. സോലിബിലിറ്റി പ്രോഡക്റ്റ് കോൺസ്റ്റന്റ്. It does now have a solid like barium sulfate in contact with its saturated aqueous solution. ഇപ്പൊ നമ്മളൊരു സാച്ചുറേറ്റഡ് aqueous സൊല്യൂഷൻ, ബേരിയം സൾഫേറ്റിന്റെ സാച്ചുറേറ്റഡ് aqueous സൊല്യൂഷനിലേക്ക് നമ്മൾ ബേരിയം സൾഫേറ്റ് ഇടുക. അപ്പൊ അവരുടെ എന്താണ് അവിടുത്തെ ഇക്വിലിബ്രിയം ഇങ്ങനെയാണ് വരിക. എന്താണ് കോൺസ്റ്റന്റ്ലി aqueous സ്റ്റേറ്റിലുള്ളതും സോളിഡും തമ്മിലൊരു ഇക്വിലിബ്രിയം അവിടെ എക്സിസ്റ്റ് ചെയ്യും. അവരുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ എന്താ പറയും? K is equal to concentration of products. എന്താണ് ഇവിടെ Ba2+ SO4 2- ആണ് ഇവിടെ പ്രൊഡക്ട്സ് ആയിട്ടുള്ളത്. അവരുടെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് BaSO4 എന്ന് വരും. അപ്പൊ ഈ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് BaSO4 നമ്മളൊരു പുതിയ ക്വാണ്ടിറ്റി പറയുന്നത് സോലിബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോലിബിലിറ്റി പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് KSP. അപ്പൊ KSP എന്താ വരിക? KSP is equal to കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ അയോൺസിന്റെ കോൺസെൻട്രേഷൻ ആണ് വരിക. ഓക്കെ The experimental value of KSP in above equation at 2 ആണ്. അപ്പൊ ഈ ഇക്വേഷന്റെ KSP വാല്യൂ വന്നേക്കുന്നത് 1.1 into 10⁻⁻10 ആണ് തന്നേക്കുന്നത്. എന്നുവെച്ചാല് ഇക്വിലിബ്രിയത്തിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എന്താണ് ഇവിടെ ഉള്ള അയോൺസിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കുന്ന Ba2+ന്റെയും സൾഫേറ്റ് അയോൺസിന്റെയും കൂടെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 10⁻⁻10. അതാണ് KSP എന്ന് പറയുന്നത്. ഓക്കെ The concentration of the two ions will be equal to the molar solubility of the barium sulfate. അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ആലോചിക്കാം, നമ്മള് എന്താണ് ഒരു അയോണിന്റെ പർട്ടിക്കുലർ എമൗണ്ട് എടുത്തു. ഓക്കെ അതിന്റെ സോലിബിലിറ്റി S ആണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ നമ്മള് X എമൗണ്ട് ആദ്യം എടുത്തു. ഓക്കെ അതിന്റെ സോലിബിലിറ്റി നമ്മൾ S ആയിട്ട് എടുത്തു. ഇപ്പൊ X എമൗണ്ടില് S സോലിബിൾ ആയാൽ ഉണ്ടാവുന്ന അയോൺസ് എന്തായിരിക്കും? ഈ കേസ് നോക്കുകയാണെങ്കിൽ Ba2+ SO4 2- അല്ലേ? ഓരോരോ അയോൺ മോൾ വെച്ചാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഓരോന്നും S എമൗണ്ട് ഉണ്ടാകും അല്ലേ? ഈ കേസിൽ KSP എന്ന് പറയുന്നത് ബേരിയം സൾഫേറ്റിന്റെ സോലിബിലിറ്റിയുടെ സ്ക്വയർ ആണ് വരിക അല്ലെ? ഇപ്പൊ ഒരു അയോണിക് സോളിഡിൽ നമുക്ക് 2 അയോൺസ് ഉണ്ടാകുന്നെങ്കിൽ KSP എന്ന് പറയുന്നത് ആ എമൗണ്ടിന്റെ സോലിബിലിറ്റിയുടെ സ്ക്വയർ ആണ്. ഓക്കെ പക്ഷെ അത് എപ്പോഴും ആ കേസ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ
വേറൊരു സാധനം എക്സാമ്പിൾ ആയിട്ട് സിർക്കോണി ഫോസ്ഫേറ്റ് തന്നിട്ടുണ്ട്. സിർക്കോണി ഫോസ്ഫേറ്റിന്റെ ഫോർമുല എന്താ തന്നേക്കുന്നത്? ദർ 4 പ്ലസ് ഇൻറ്റു 3യും PO4 3 മൈനസ് 4. ആലോചിക്കുക, സിർക്കോണി ഫോസ്ഫേറ്റിന്റെ സോലുബിലിറ്റി എസ് ആണ് ആലോചിക്കുക. ഓക്കെ, എന്താ കിട്ടും? നമുക്ക് 3 സിർക്കോണി 4 പ്ലസും കിട്ടും, 4 PO4 3 മൈനസ് കിട്ടും. സിർക്കോണിയം ഫോസ്ഫേറ്റിന്റെ സോലുബിലിറ്റി എസ് ആണെങ്കിൽ ഇവിടെ എന്താവും? ഇവിടെ ഉണ്ടാവുന്ന സിർക്കോണിയം അയൺ എത്രയാവും? 3s ഉണ്ടാവും. ഫോസ്ഫേറ്റ് അയൺ 4s ഉണ്ടാവും. ഇല്ലേ? ഇവിടെ KSP യുടെ ഫോർമുല എന്താ വരിക? KSP എന്ന് പറയുന്നത് ഇവിടെ 3s ദി ഹോൾ ക്യൂബ് ഇൻറ്റു 4s റേസ് ടു 4 എന്ന് വരും. അതാണ് ഇവിടെ വാല്യൂ വന്നേക്കുന്നത് 6912 s raised to 7. അപ്പോൾ ഇവിടുത്തെ KSP വാല്യൂ 6912 s raised to 7 വരും. എത്ര അയോൺസ് ആയിട്ട് മാറുന്നു എന്നുള്ളതിനനുസരിച്ച് KSPയും സോലിബിലിറ്റിയും തമ്മിലുള്ള റിലേഷനും മാറും. ഓക്കെ, നമുക്ക് എന്താ 2 അയോൺസ് അല്ല 3 അയോൺസ് ഇരുന്ന ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് ആലോചിക്കുക. ഒരു അയോൺ നമുക്ക് 3 അയോൺസ് തന്നു, ഒരു സോൾട്ട് നമുക്ക് 3 അയോൺസ് ആണ് തരിക. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ നമുക്ക് അമോണിയം കാർബണേറ്റ് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ എന്താ കിട്ടുക? 2 അമോണിയം അയോൺസും കിട്ടും, ഒരു കാർബണേറ്റ് അയോൺ കിട്ടും. ഓക്കെ, അപ്പൊ അമോണിയം കാർബണേറ്റ് സോലിബിലിറ്റി എസ് ആണെന്ന് ആലോചിക്കാം. ഇവിടെ നമുക്ക് എത്ര അമോണിയം അയോൺസ് ഉണ്ടാവും? 2s ഉണ്ടാവും. കാർബണേറ്റ് 1s കിട്ടും. ഇവിടുത്തെ KSP വാല്യൂ എന്താ വരിക? കോൺസെൻട്രേഷൻ ഓഫ് NH4 plus the whole square into concentration of carbonate ion. എന്നുവെച്ചാൽ 2s the whole square into s എന്ന് വരും. എന്നുവെച്ചാൽ ഇത് 4s cube എന്ന് വരും. ഇങ്ങനെ നമുക്ക് എത്ര അയൺസ് ആവുന്നു അതനുസരിച്ച് നമുക്ക് സോലിബിലിറ്റിയും KSPയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് പല സോൾട്ടുകളുടെയും KSP വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് പറയുന്നത് കോമൺ അയൺ എഫക്ട് ഓൺ സോലിബിലിറ്റി ഓഫ് അയോണിക് സോൾട്സ്. It is expected from Le Chatelier's principle that if you increase the concentration of any one of the ions, it should combine with the ion of its opposite charge and the sum of the salt will be precipitated till once again KSP is equal to QS. നമ്മൾ Le Chatelier പ്രിൻസിപ്പിൾ ആയിട്ട് വായിച്ചിട്ടുണ്ട്. ഒരു സോൾട്ട് അയണൈസ് ചെയ്ത് 2 അയോൺസ് ഒക്കെ ആവുന്നെങ്കിൽ ഏതെങ്കിലും ഒരു അയോണിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കൂട്ടിയാൽ അത് മറ്റേ അയോണായിട്ട് കൂടി ഇതാണ് തിരിച്ച് ആ സോൾട്ട് ഫോം ചെയ്യും, ആ സോൾട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അല്ലേ? This is applicable even to soluble salts like sodium chloride. അപ്പൊ സോഡിയം ക്ലോറൈഡ് പോലുള്ള soluble saltsന് പോലും ഈ പ്രിൻസിപ്പിൾ നമ്മൾ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഈ സത്യത്തിൽ എന്താണ് ഈ സോഡിയം ക്ലോറൈഡിനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നതാണ് സത്യത്തിലും പ്യൂർ സോൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള എന്താണ് പ്യൂരിഫൈഡ് സോൾട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സും കൂടിയാണ് സത്യത്തിൽ. ഓക്കെ, if you take a saturated solution of sodium chloride and pass HCl gas through it, the sodium chloride precipitated due to increase the concentration of chloride. അപ്പൊ എന്താണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്തൂടി നമ്മൾ എന്താണ് HCl ഗ്യാസ് പാസ് ചെയ്താൽ എന്താണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കോമൺ സോൾട്ട് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും. സോഡിയം ക്ലോറൈഡ് ദസ് ഒബ്റ്റെയിൻഡ് ഈസ് ഓഫ് വെരി ഹൈ പ്യൂരിറ്റി. അപ്പൊ അങ്ങനെ കിട്ടുന്ന സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ എന്താണ് ഹൈ പ്യൂരിറ്റി ഉള്ള സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പം പ്യൂരിഫിക്കേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇത് ഉപയോഗിക്കാറുണ്ട്. അതുവഴി നമുക്ക് സോഡിയത്തിന്റെ മഗ്നീഷ്യം സൾഫേറ്റിന്റെ ഒക്കെ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് അതിൽ നിന്നോടെ കളയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ സിൽവർ അയോണിനെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. എന്താണ് സിൽവർ ക്ലോറൈഡ് ഫെറിക് അയോണിനെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഹൈഡ്രേറ്റ് ഫെറിക് ഓക്സൈഡിൽ നിന്ന് ബേരിയം അയോൺസിനെയും ഒക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, the solubility of salts in weak acids like phosphates increases at a lower pH. This is because at lower pH the concentration of anion decreases due to its protonation. ഇത് പറയുന്നത് എന്താണ് വീക്കിന്റെ സോലിബിലിറ്റി ലോ pH എന്താണ് കൂടുമെന്നാണ് പറയുന്നത്. കാരണം അവിടെ ഉണ്ടാകുന്ന ആനിയോണിന്റെയും പ്രോട്ടോണേഷൻ സംഭവിക്കുന്നുണ്ട്, അവിടെ സോലിബിലിറ്റി കൂടും. അത് നമുക്ക് ഇവിടെ മാത്തമാറ്റിക്കലി ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യാൻ നമുക്ക് ഇവിടെ കിട്ടും സോലിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് നമുക്ക് കിട്ടി ഇവിടെ സോൾവ് ചെയ്ത് കിട്ടും. എന്ന് വെച്ചാൽ എന്താണ് സോലിബിലിറ്റി
H പ്ലസ് അയൺ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് കൂടും വീക്ക് ഗ്യാസിന്റെ കേസിൽ. മാത്രമല്ല H പ്ലസ് അയൺ കൂടുക എന്ന് വെച്ചാൽ pH കുറയുന്നതാണ്. അപ്പം സോലിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു pH അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് അയൺ. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അത്ര നമുക്ക് പറയാനുള്ളൂ. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. എക്സസൈസ് ക്വസ്റ്റ്യൻസ്. A liquid in equilibrium with its vapor in a sealed container at a fixed temperature. അപ്പൊ എന്താണ് ഒരു ലിക്വിഡ് നമ്മൾ അതിന്റെ സീൽഡ് കണ്ടെയ്നർ, അതിന്റെ വേപ്പറിനോട് കൂടി ഒരു സീൽഡ് കണ്ടെയ്നർ നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചർ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ കണ്ടെയ്നറിന്റെ വോളിയം സഡൻലി നമ്മൾ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ സഡൻലി നമ്മൾ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യൻസ് എന്താ നമുക്ക് നോക്കാം. വാട്ട് ഇസ് ദി ഇനിഷ്യൽ എഫക്ട് ഓഫ് ദി ചേഞ്ച് ഓൺ വേപ്പർ പ്രഷർ? ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇനീഷ്യൽ എഫക്റ്റ് ആണ് ചോദിച്ചത്. ഇപ്പൊ എന്താണ് ഒരു വേപ്പർ പ്രഷർ നമ്മുടെ കണ്ടെയ്നറിനകത്തുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ടെയ്നറിന്റെ വോളിയം പെട്ടെന്ന് നമ്മൾ കൂട്ടുകയാണ്. പെട്ടെന്ന് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, പെട്ടെന്ന് നമ്മൾ കൂട്ടുമ്പോൾ എന്താ അവിടെ പ്രഷർ പെട്ടെന്ന് കുറയും അല്ലേ? അതാണ് അവിടെ സംഭവിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനിഷ്യൽ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, അവിടെ വേപ്പർ പ്രഷർ കുറയുന്നു, സഡൻലി കുറയുന്നു. വേപ്പർ പ്രഷർ എന്താണ് അവിടെ സഡൻലി കുറയുകയാണ് ചെയ്യുന്നത്. അല്ല, ഓൾറെഡി ഇവിടെ കുറച്ച് വേപ്പേഴ്സ് എന്താണ് വാട്ടർ വേപ്പർ എന്താണ് ഒരു ലിക്വിഡിന്റെ വേപ്പർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് വേപ്പർ പ്രഷർ ഇവിടെ കൊടുക്കുന്നുണ്ട് കണ്ടെയ്നറിൽ. പെട്ടെന്ന് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ ഈ വേപ്പേഴ്സ് സ്കാറ്റർ ചെയ്യാണ്, ലാർജ് വോളിയത്തിൽ സ്കാറ്റർ ചെയ്യാണ്. അപ്പൊ എന്താ അവരുടെ പ്രഷർ കുറയുന്നു, എന്ന് വെച്ചാൽ ആ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ കുറയുന്നു. ഹൗ ഡു റേറ്റ്സ് ഓഫ് ഇവാപറേഷൻ ആൻഡ് കണ്ടൻസേഷൻ ചേഞ്ച് ഇനീഷ്യലി? ഇപ്പൊ എന്താണ് സംഭവിച്ചത് ഇവിടെ? അപ്പം വേപ്പർ പ്രഷർ കുറഞ്ഞു അല്ലെ? ഇപ്പൊ ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ വേപ്പർ പ്രഷർ തിരിച്ച് അതിന്റെ ഒറിജിനൽ വാല്യൂലേക്ക് എത്തണം. അതിനു വേണ്ടി എന്ത് ചെയ്യും? അപ്പൊ അതിനുവേണ്ടി റേറ്റ് ഓഫ് ഇവാപറേഷൻ കൂടും, റേറ്റ് ഓഫ് കണ്ടൻസേഷൻ കുറയും. അപ്പൊ ഈ എന്താണ് ഈ ഇക്വിലിബ്രിയത്തിൽ തിരിച്ചെത്താൻ വേണ്ടുന്ന ഇവാപറേഷൻ റേറ്റ് വളരെ കൂടുകയും ചെയ്യും, കണ്ടൻസേഷൻ റേറ്റ് കുറയുകയും ചെയ്യും. ഓക്കെ, പിന്നെ വേപ്പർ പ്രഷർ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് ഇവാപറേഷൻ കുറഞ്ഞു വരും, കണ്ടൻസേഷൻ റേറ്റ് കൂടി വരും. എന്നിട്ട് അവസാനം വേപ്പർ പ്രഷർ പഴയ വാല്യൂ എത്തുമ്പോഴേക്കും റേറ്റ് ഓഫ് ഇവാപറേഷൻ കണ്ടൻസേഷൻ ഈക്വൽ ആവും. അപ്പൊ അങ്ങനെയാണ് സംഭവിക്കുക. ഇനീഷ്യലി എന്താ സംഭവിക്കുക? റേറ്റ് ഓഫ് ഇവാപറേഷൻ കൂടും, കണ്ടൻസേഷൻ കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് വെൻ ഇക്വിലിബ്രിയം ഇസ് റീസ്റ്റോർഡ് ഫൈനലി ആൻഡ് വാട്ട് വിൽ ബി ദ ഫൈനൽ വേപ്പർ പ്രഷർ? ഇക്വിലിബ്രിയം റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നോക്കിയാൽ. അപ്പൊ ഇക്വിലിബ്രിയം റീസ്റ്റോർ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവാപറേഷൻ റേറ്റ് കണ്ടൻസേഷൻ റേറ്റ് ഈക്വലും ആവും. ഫൈനൽ വേപ്പർ പ്രഷർ എന്നുള്ളത് ഒറിജിനൽ വേപ്പർ പ്രഷറിന് ഈക്വലും ആവും. കാരണം എന്ന് വെച്ചാൽ ഒരു ടെമ്പറേച്ചറിൽ ഒരു ലിക്വിഡിന് ഒരു വേപ്പർ പ്രഷറേ ഉള്ളൂ അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ വേപ്പർ പ്രഷർ എന്നുള്ളത് ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ വേപ്പർ പ്രഷർ പഴയ വാല്യൂയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What is Kc for the following equilibrium when the equilibrium concentration of each substance is? ഇപ്പൊ എന്താ നമുക്കൊരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. എന്താണ് 2SO2 plus O2 gives 2SO3. ഇതിന്റെ Kc എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Kcയുടെ വാല്യൂ നമുക്ക് എന്താ എഴുതാം? ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ് നമ്മൾ ചെയ്യുന്നത്. 6.2 2SO2 plus O2 gives 2SO3. ഇതാണ് നമ്മുടെ ഇക്വിലിബ്രിയം. എല്ലാം ഗ്യാസസ് ആണ്. അപ്പൊ Kcയുടെ വാല്യൂ എന്താ വരിക? Concentration of SO3 square divided by concentration of O2 into concentration of SO2 the whole square. So concentration of SO3 നമുക്ക് എത്ര തന്നിരിക്കുന്നത്? 1.9 ആണ് തന്നത്. 1.9 square by O2 concentration 0.82 അത് into SO2 concentration 0.6 square. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 12.229. ഇതാണ് മോളാരിറ്റി ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ Kcയുടെ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ ആൻഡ് ടോട്ടൽ പ്രഷർ ഓഫ് 10⁵5 Pascal, iodine vapor contains 40% by volume of iodine atoms. Calculate Kp for the equilibrium. അപ്പൊ നമുക്കൊരു ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്. എന്താണ് I2 ഗ്യാസ്, I2 gives 2I എന്നുള്ള ഇക്വിലിബ്രിയം നമുക്കുണ്ട്. എന്താണ് ഇപ്പം ഇത് ഇക്വിലിബ്രിയത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 10⁵5 Pascal ആണ് ടോട്ടൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ തന്നിട്ടുണ്ട് അയഡിൻ വേപ്പർ contains 40% by volume of iodine atoms.
അപ്പൊ ഈ അയഡിൻ മേലെയുള്ള അയഡിൻ വേപ്പറിൽ 40% ഓഫ് വേപ്പർ എന്താണ് അയഡിൻ ആറ്റംസിന്റെ വേപ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് പാർഷ്യൽ പ്രഷർ ഓഫ് അയഡിൻ ആറ്റംസ് എന്താ നമുക്ക് ആദ്യം. പാർഷ്യൽ പ്രഷർ ഓഫ് അയഡിൻ ആറ്റംസ് എന്താണ്? ടോട്ടൽ പ്രഷറിന്റെ 40% ആണ് അയഡിൻ ആറ്റംസിന്റെ പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. അപ്പം പി ഐ എന്ന് പറയുന്നത് എന്താണ്? 40/100. അത് ഇൻറ്റു എത്ര? 10⁵ എന്ന് വരും. ഇനി ബാക്കിയുള്ള 60% ആരുടെ ആയിരിക്കും? അയഡിൻ മോളിക്യൂളിന്റെ വേപ്പർ പ്രഷർ ആയിരിക്കും ബാക്കിയുള്ള 60%. അപ്പം പി I2 എന്ന് പറയുന്നത് എന്താണ്? 60/100 ഇൻറ്റു 10⁵ എന്ന് വരും. ഓക്കെ, പിന്നെ ഓരോന്റെ വാല്യൂസ് എന്താ വരിക? 0.4 ഇൻറ്റു 10⁵ എന്ന് വരും. ഇത് 0.6 ഇൻറ്റു 10⁵ എന്ന് വരും. എന്നുവെച്ചാൽ 4 ഇൻറ്റു 10⁴ഉം 6 ഇൻറ്റു 10⁴. രണ്ടിന്റെ പാർഷ്യൽ പ്രഷർ കിട്ടി. നമുക്ക് ഇക്വിലിബ്രിയത്തിന്റെ കെ പി ആണ് കണ്ടുപിടിക്കാം. ഇപ്പൊ കെ പിയുടെ വാല്യൂ എന്താ? കെ പി ഈസ് ഈക്വൽ ടു എന്താ വരിക? പാർഷ്യൽ പ്രഷർ ഓഫ് അയഡിൻ ആറ്റംസ് ദ ഹോൾ സ്ക്വയർ ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് അയഡിൻ. എന്നുവെച്ചാൽ എന്താ വരിക? അയഡിൻ ആറ്റത്തിന്റെ പാർഷ്യൽ പ്രഷർ എന്താ? 4 ഇൻറ്റു 10⁴ ആണ്. അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 10⁴. എന്നുവെച്ചാൽ 16 ഇൻറ്റു 10⁸ (8/6 ഇൻറ്റു 10⁴) എന്ന് വരും. എന്നുവെച്ചാൽ ഇത് 2.67 ഇൻറ്റു 10⁴ പാസ്കൽ എന്ന് വരും. ഓക്കെ, കെ പി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോട്ടു. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ ഓരോ റിയാക്ഷനും നമ്മൾ കെ സിയുടെ വാല്യൂ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ 6.4 ആണ്. ഫസ്റ്റ് റിയാക്ഷൻ എന്താ? 2NOCl gives 2NO plus Cl2. അപ്പൊ അതിന്റെ കേസ് നമ്മൾ എങ്ങനെ എഴുതുക? കേസ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് NO സ്ക്വയർ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ബൈ കോൺസെൻട്രേഷൻ ഓഫ് NOCl ഹോൾ സ്ക്വയർ. രണ്ടാമത്തെ ഫോർമുല നോക്കാം. അവിടെ 2CONO3 twice solid gives 2CuO solid plus 4NO2 gas plus O2 gas. അപ്പൊ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ പ്യൂർ സോളിഡ് ലിക്വിഡ് നമ്മൾ കേസിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ CuOയും CuNO3 twice നമ്മൾ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഇവിടെ KCയുടെ വാല്യൂ ഇപ്പൊ എന്താ വരിക? KCയുടെ വാല്യൂ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് NO2 ഹോൾ റേസ് ടു 4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2 എന്ന് വരും. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? CH3CO C2H5 aqueous plus H2O gives CH3COOH plus C2H5OH. അടുത്ത നമ്മൾ എന്താണ്? ഇവിടെ പ്യൂർ ലിക്വിഡ് ആയിട്ടുള്ള വാട്ടർ നമ്മൾ ഈ ഫോർമുലയിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം. അപ്പൊ KCയുടെ വാല്യൂ എന്ത് വരും? KCയുടെ വാല്യൂ കോൺസെൻട്രേഷൻ ഓഫ് CH3COOH into concentration of C2H5OH by concentration of CH3COO C2H5 ആണ് മൂന്നാമത്തെ KC ഫോർമുല വരിക. നാലാമത്തെ നോക്കൂ. എന്താണ് നമ്മുടെ ഇക്വേഷൻ? Fe3 plus 3OH minus gives FeOH3 സോളിഡ് ആണ്. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ FeOH3 നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളത് പ്യുവർ സോളിഡ് ആണ്. അപ്പൊ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ അത് വരുത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കുക? കോൺസ്റ്റന്റ് ആണ് KC ഈക്വൽ ടു 1/, കാരണം പ്രൊഡക്റ്റിന്റെ സൈഡിൽ നമുക്ക് വേറെ ഒന്നുമില്ല, FeOH3 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് Fe3 പ്ലസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് അതിന്റെ ക്യൂബ്. ഓക്കെ, അഞ്ചാമത്തെ ഇക്വേഷൻ എന്താ? I2 plus 5F2 gives 2IF5. അപ്പൊ അതിനകത്ത് തന്നെ അയഡിൻ എന്ന് പറയുന്നത് സോളിഡ് ആണ്. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം. ബാക്കിയുള്ളത് എന്താ? IF5. KC is equal to IF5. 2IF5 ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ അതിന്റെ സ്ക്വയർ കോൺസെൻട്രേഷൻ ഓഫ് IF5 സ്ക്വയർ ബൈ കോൺസെൻട്രേഷൻ ഓഫ് F2 റേസ് ടു 5. എല്ലാത്തിന്റെയും KC വാല്യൂ നമ്മൾ എഴുതി.
അപ്പൊ എന്താണ് നമുക്കിവിടെ രണ്ട് ഇക്വേഷൻസ് തന്നിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനിൽ 6.5 രണ്ട് ഇക്വേഷന്റെ കെ പി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. കെ പി വാല്യൂ നമുക്ക് കെ സി കണ്ടുപിടിക്കാനും ചോദിക്കാം. നമുക്കറിയാം എന്താണ് കെ പി ഈക്വൽ ടു കെ സി ആർ ടി റേസ് ടു ഡെൽറ്റ എൻ ആണ് നമുക്കറിയാം അല്ലേ. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ അവിടുത്തെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 3 - 2 ആണ്. പ്രൊഡക്റ്റ് സൈഡിൽ 3 മോളർ ഗ്യാസ് ഉണ്ട്, റിയാക്ഷൻ സൈഡിൽ 2 മോളുകൾ. അപ്പൊ ഡെൽറ്റ എൻ ഇവിടെ 1 ആണ്. രണ്ടാമത്തെ കേസിൽ അവിടുത്തെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ രണ്ട് കേസിലും കെ സിയുടെ വാല്യൂ എന്ത് വരിക? കെ സി ഈക്വൽ ടു കെ പി ബൈ ആർ ടി ആണ് വരിക. രണ്ട് കേസ് ഡെൽറ്റ എൻ 1 ആയതുകൊണ്ട്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് ഫോർമുലയില് കെ സി വാല്യൂ എന്താ വരിക? കെ സി ഈക്വൽ ടു കെ പി ബൈ ആർ ടി വരും. അപ്പൊ ആദ്യത്തെ കേസിൽ കെ സി എന്താ വരിക? കെ സി ഈക്വൽ ടു നമുക്ക് എത്ര കെ പി വന്നിരിക്കുന്നത് 1.8 × 10⁻² ഡിവൈഡ് ബൈ ആർ ടി. ആർ ടിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.0831. അതിൻ്റെ ടെമ്പറേച്ചർ എത്ര തന്നേക്കുന്നത്? 500 കെൽവിൻ തന്നേക്കുന്നത്. ആ 500 കൊണ്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 4.33 × 10⁻⁴ എന്ന് വരും. ഓക്കെ. രണ്ടാമത്തെ ഫോർമുലയുടെ കെ സി എന്താ വരിക? കെ സി ഈക്വൽ ടു കെ പി ബൈ ആർ ടി ആണ് ഇവിടെ ഉള്ളത്. കാരണം ഡെൽറ്റ എൻ 1 ആയതുകൊണ്ട്. അവിടുത്തെ കെ പിയുടെ വാല്യൂ എത്രയാ? 167 ആണ്. 167 ബൈ ആർ ടിയുടെ വാല്യൂ 0.0831 ഇൻറ്റു ടെമ്പറേച്ചർ വന്നേക്കുന്നത് 1073. ഇത് നമുക്ക് കെ സിയുടെ വാല്യൂ 1.87 കിട്ടും. ഓക്കെ. ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.